നമ്മുടെ കഴിഞ്ഞ ഫ്ലിപ്കാർട്ടിൻ്റെ ഇഎംഐ വീഡിയോയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ആ ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രീ അപ്രൂവ്ഡ് ലോണിൻ്റെ താഴത്ത് ഇഎംഐ ഫോർ എവ്രി വൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഒന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ ബജാജ് ഫിൻസർവ് ഇൻസ്റ്റ ഇഎംഐ കാർഡ്, അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഫ്ലിപ്കാർട്ട് ഇഎംഐ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നോ മോറിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഈ സെക്ഷനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഈ കാറ്റഗറി ത്രൂ മാത്രമേ നമുക്ക് ഒരു ഇഎംഐ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ഇഎംഐ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അപ്ലയൻസസ്, മൊബൈൽ, ഫർണിച്ചർ, ഇത്ര ഐറ്റംസ് ആണ് ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് ഇഎംഐയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട പ്രോഡക്റ്റ് ഏതാണോ അത് ഈ കാറ്റഗറിയിൽ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് മൊബൈലാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ മൊബൈൽ എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ബ്രാൻഡ്സാണ് ഇഎംഐ ഫ്ലിപ്കാർട്ടിൻ്റെ ഇഎംഐ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ്. നിങ്ങൾ ഓൾമോസ്റ്റ് ചെക്ക് ചെയ്യുന്ന ബ്രാൻഡ്സ് എല്ലാം ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മളിതിനകത്തൊരു മൊബൈൽ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റിയൽമി ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഫോണെന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴത്ത് കാണാം ബൈ വിത്ത് ഇഎംഐ. ഈ ബൈ വിത്ത് ഇഎംഐയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ് പേജ് വരും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോവുക, കണ്ടിന്യൂ വിത്ത് ഇഎംഐ. അപ്പോൾ തൊട്ട് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ഇഎംഐ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ കണ്ടോ, നോ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് റിക്വയർഡ്, ഒന്നും വേണ്ട. നമ്മുടെ പാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇഎംഐക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്ന് അറിയുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ചെക്ക് എലിജിബിലിറ്റി കൊടുത്താലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോം നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് എന്തായാലും മസ്റ്റാണ്. പാൻ കാർഡ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും കൊടുത്ത്, പിന്നെ നമ്മുടെ ഇൻകം 25,000 രൂപയ്ക്ക് മുകളിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ സിബിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഇഎംഐ തരുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡോ ഇഎംഐ കാർഡോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇഎംഐ എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.